മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഡീനോ ഡെനീസ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ബസൂക്ക എന്ന് പറയുന്ന സിനിമ. സമ്മിശ്ര അഭിപ്രായങ്ങൾ നേടിയ ചിത്രം രണ്ടാം ഭാഗത്തിലും മികച്ച കളക്ഷനുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ 9 ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മമ്മൂട്ടി, ഗൗതം വാസുദേവ് മേനോൻ, ഹക്കീം ഷാജഹാൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഡീനോ ഡെനീസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബസൂക്ക എന്ന് പറയുന്ന സിനിമ. സമ്മിശ്ര അഭിപ്രായങ്ങളാണ് ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായത്. രണ്ടാം വെള്ളിയാഴ്ച ബസൂക്കയ്ക്ക് ഒരു ദുഃഖവെള്ളിയായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം ചിത്രത്തിന് ഇന്ന് ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ 40 ലക്ഷത്തിനടുത്തുള്ള ഒരു തുക മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഡേ ബൈ ഡേ ചിത്രത്തിന്റെ കേരള കളക്ഷൻ അടക്കം താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനാണ് ചിത്രത്തിന് ആശ്വാസകരമായിട്ട് മാറുന്നത്. 25 കോടി രൂപയോളം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനിടെ പിന്നിട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേരള ബോക്സ് ഓഫീസിന് മാത്രം ചിത്രം 12 കോടി പിന്നിട്ടിട്ടുണ്ട്. എന്തൊക്കെയാലും ഈസ്റ്റർ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷനിൽ ഉയർച്ച ഉണ്ടാകുമെന്ന് കണ്ടുതന്നെയറിയാം. അപ്പം മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമെത്തിയ ബസൂക്ക എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.